നീ ഒന്ന് വേഗം നടക്കുന്നുണ്ടാ? എനിക്ക് വയ്യ ഓടാൻ. എന്നോട് പിണങ്ങിട്ടാ? എനിക്ക് ആരോടും പിണക്കില്ല. ഞാൻ വിചാരിച്ചു പിച്ച നടന്നാലൊന്നും പറ്റില്ല. ഓടാൻ ഞാൻ വേണമെങ്കിൽ, പറക്കാനൊന്നും പറ്റില്ല. പറഞ്ഞാലും മതിയാവില്ല ചിലപ്പോ. എന്നാ ഞാനില്ല. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലി വാങ്ങണം. പണം വേണം, കൊറേ പണം. അപ്പോ അല്ലെങ്കിൽ എന്തിനാ വല്ലയിടത്തേക്കും പോണേ? ബാലേട്ടനൊക്കെ ഇവിടെ. നിങ്ങൾക്ക് ആങ്ങളയ്ക്കും പെങ്ങൾക്കും സ്വത്തുണ്ട്, കൃഷിയുണ്ട്. എനിക്കില്ല. മണിയേട്ടൻ തന്നെയാ ഈ പറയണേ. ഞാനങ്ങ് പോട്ടെ. കണ്ടത് നന്നായി. സംഗതി ക്ലീൻ. ശങ്കീരി ചീറ്റ്മെന്റില് ഒരു നറുക്ക് ചേർന്നോളൂ. കുറെ ദിവസമായി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. മാസം 5 രൂപ. വേണ്ട. പിരിവിന് ഞാൻ തന്നെ വന്നേക്കാം. തനിച്ച്. സംഗതി ക്ലീൻ. ഞാൻ പോട്ടെ. നേരം വെയിലായി. വെയിലായി. പിന്നെ സമ്മതം മതി. പണം ഈ ചീറ്റ് ഫണ്ട് ചിഹ്നം തന്നെ അടച്ചേക്കാം. സംഗതി ക്ലീൻ. വഴിവിടി. അല്ല, സംഗതി കൊള്ളാമല്ലോ. നല്ല ചട്ടി, ഒരാൾക്ക് വെക്കാൻ പാകം. അയ്യോ അയ്യോ. എടീ, നിന്നേക്കാൾ വലിയ മൂർഖം പാമ്പിനെ പിടിച്ചവനായി ചെങ്കീരി. പിന്നെയാണോ നീ നീർക്കോലി? നിന്നെ ഞാൻ കണ്ടോളാം. സംഗതി ക്ലീൻ. നശിച്ചു പോ. എന്തുണ്ടായി? പാമ്പിനെ കണ്ടോ? വെമ്പാലയാ? നീർക്കൊല്ലിയായിരുന്നു. അത്താഴം മുടക്കാൻ അത് മതി. നാളെ മേലാക്കം നാവ് നീട്ടൂല. ആരായിരുന്നു? കുറിക്കമ്പനി. എന്തു കൊടുത്തു? ഒരു ചട്ടി. അത് പൊട്ടി. അങ്ങോട്ട് നടാ. ഓ ഓ ഓ. ഇതാച്ച കപ്പ. പിന്നെ നെല്ല് അവറ്റങ്ങൾക്ക് തൊണ്ട വരണ്ടിരിക്കുകയാണ് ദാഹം കൊണ്ട്. അച്ഛൻ ഇപ്പൊ വരാം. വാടാ മക്കളെ, വാ 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 വാ. അഭിഷേകം കഴിഞ്ഞ തീർത്ഥവും കുടിപ്പിച്ചോ? അവറ്റങ്ങൾ തൊണ്ട വരണ്ട് നിൽക്കുകയായിരുന്നു അമ്പ്ര. കൊണ്ടുപോകണേ. അച്ഛൻ ഇതും കൂടി അകത്താകട്ടെ. ഓഹോ, കപ്പ കൊള്ളാമല്ലോ. അയ്യോ തമ്പ്ര, ഇതെന്ത് തമ്പ്ര? ഞങ്ങളെ തൊടാവോ? തൊട്ട് തിന്നാവോ? തൊട്ടാലും തിന്നാലും ഒന്നുമില്ല. ഇതെന്താ വിഷ? എനിക്ക് ജാതി ആയിട്ടൊന്നുമില്ലെന്ന് അയ്യപ്പൻ അറിഞ്ഞൂടെ? എന്റെ മണിയനാകപ്പാടെ മാറിയിരിക്കണ ഈയിടെ. പിടിവാശിയും ദുശാട്ടിയും ഒക്കെ എങ്ങോട്ടേ പോയിന്നറിയില്ല. അവൻ പഴിച്ചു പോവില്ല. കുന്നത്ത് വെച്ച വിളക്ക് പോലെ തെളിയും. കണ്ടോളി, ദൈവം ഉണ്ടല്ലോ മോളില്. അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് അവൻ ഈ പ്രായത്തില്. എന്തൊക്കെ ഒരു മോഹം ഉണ്ടാവും അവന്. വല്ലതും നിവർത്തിക്കാനാവോ നമ്മളെ കൊണ്ട്? ചില നേരം
വയറ്റിലേക്ക് തന്നെ കഷ്ടിയാവും. എന്തിനാ ഇതൊക്കെ മറിച്ചു പിടിക്കണേ? അമ്മേ, ഏട്ടൻ എന്നാ ഞാൻ പോട്ടെ, നാളെ വരാം. ഞാനൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ കൊണ്ടുപോകും. എന്താടോ? താൻ ഇങ്ങോട്ട് വാടൂ. എന്താടോ ഇത്? ലേശം പൊടിയേരിയാ. വയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ അവിടെ. ആ, ചോദിക്കാൻ മറന്നു. എങ്ങനെയുണ്ട് മണിയന്റെ അച്ഛന്? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഒരു ഭേദവുമില്ല. ആ, ഞാൻ ഇറങ്ങട്ടെ. ആ. ഉണ്ണാനും കൂടി വരാണ്ട് എന്തൊരു അധ്വാന എന്റെ കുട്ടിയെ ഇത്. നീ എന്തിനാ കണ്ടത്തിലിറങ്ങണേ? അയ്യപ്പൻ പൂട്ടില്ലേ കന്നിന്? എന്ത് ചെയ്യാനാ അമ്മത്തമ്പ്രോ? ചേറ് കണ്ടു കഴിഞ്ഞാ പിന്നെ കൊച്ചിയമ്പ്രാന് ഒരു ഹാല. എന്നാ മക്കളെ, ആ തിന്നു. എടി, അയ്യപ്പൻ പോയി അല്ലേ ഊണ് കഴിക്കാൻ പോലും നിക്കാണ്ട്? ആ, ഇപ്പൊ കള്ളുഷാപ്പിൽ എത്തിയിട്ടുണ്ടാവും. ഞാനും വരട്ടെ പാടത്തേക്ക്? വേണ്ട വേണ്ട, നീ പഠിച്ച് ഉദ്യോഗസ്ഥയാകുകയോ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാകുകയോ മറ്റോ ചെയ്യ. പാടത്ത് ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരാണാവോ ഈ ഞങ്ങളൊക്കെ? അറിഞ്ഞൂടാ. എനിക്കറിയാം. അയ്യോ, ഞാൻ ആരോടും പറയില്ല. പിന്നെ എനിക്ക് ഏട്ടനെ ഇഷ്ടം. എന്താ കേക്കണേ? ആണോ? ഏട്ടന് ഇഷ്ട? ഏട്ടന് ഇഷ്ട? ഞാൻ ആരോടും പറയില്ല കേട്ടോ. ഏട്ടന് അതിലേറെ ഇഷ്ടം. തപാൽപ്പെട്ടി തമ്പ്രം അതുകൊണ്ട് നീ ഇതടി. ആയി പിന്നെ ഇതടിച്ചോ തമ്പ്ര. എന്നെ ഏറ്റിക്കോ. എന്റെ പൊതി അത് പതിവ് പോലെ കെട്ടിവെച്ചാക്കല്ലേ? ഓ, ഈ തന്തയുടെ മോളെ ഒരു നറുക്കൊന്ന് ചേർക്കാൻ ഞാൻ പെടുന്ന പാട് ചേർത്തില്ല. പക്ഷേ ഞാൻ ചേർക്കും. അവളെ ബാലന്റെ കുറിയിൽ ചേർന്നു പോയി ജങ്കീരി. ഇനി അവിടെ രക്ഷയൊന്നുമില്ല. ഈ കള്ളിലെ വെള്ളമാണ് സത്യം. ഞാൻ ചേർത്തും. ബെടായി പറയാതിരിക്കണ എന്റെ കീരിക്കുട്ടി. ഒറ്റ പ്രേമലേഖനം സംഗതികളിൽ